ഹായ് എവരി വൺ, ഇന്ന് നമ്മുടെ ലിങ്ക്ഡിൻ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം, എന്തൊക്കെയാണ് ലിങ്ക്ഡിൻ്റെ ബെനിഫിറ്റ്സുകൾ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ലിങ്ക്ഡിൻ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു യുവർ ലിങ്ക്ഡിൻ ക്ലാസ്. നമ്മുടെ 2025 ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ അവൈലബിൾ ആണ്. ജസ്റ്റ് ലൈക്ക് വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതിലെല്ലാം തന്നെ നമ്മൾ ആക്റ്റീവ് ആണെങ്കിലും നിങ്ങളൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. വൈ? ബിക്കോസ് നമ്മുടെ സ്കില്ലുകളും എക്സ്പീരിയൻസുകളും സർട്ടിഫിക്കറ്റ്സുകളും ആഡ് ഓൺ ആക്കി നമ്മുടെ കരിയർ എന്താണ് എന്നുള്ളത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിങ്ക്ഡിൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സോഷ്യൽ മീഡിയകളെ അപ്രോച്ച് ചെയ്യുന്ന കൈൻഡിലായിരിക്കരുത് ലിങ്ക്ഡിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പ്രൊഫഷണൽസ് ആണ് അതിൻ്റെ ഓഡിയൻസ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നമ്മൾ ലിങ്ക്ഡിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു ജോബ് സെർച്ചിങ് സൈറ്റ് മാത്രമല്ലേ എന്നുള്ളത്. ലിങ്ക്ഡിൻ ഒരിക്കലും ഒരു ജോബ് സെർച്ചിങ് സൈറ്റ് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ലിങ്ക്ഡിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ലിങ്ക്ഡിനിൽ ജോബ് സെർച്ച് ചെയ്യുന്ന കാൻഡിഡേറ്റ്സുകൾ ഉണ്ടായിരിക്കാം, ജോബ് ഷെയർ ചെയ്യുന്ന അതോറിറ്റീസുകൾ ഉണ്ടായിരിക്കാം, കമ്പനി ഇൻവെസ്റ്റേഴ്സുകൾ ഉണ്ടായിരിക്കും, ആൻഡ് മോർ ഓവർ ഓണ്ടർപ്രണേഴ്സുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് ഒരിക്കലും ലിങ്ക്ഡിനെ യൂട്ടിലൈസ് ചെയ്യില്ല. ആരും തന്നെ അതിന് ആ ഒരു കൈൻഡിൽ അപ്രോച്ച് ചെയ്യില്ല. ഇറ്റ്സ് മസ്റ്റ് ബി പ്രൊഫഷണൽ. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ആക്കുക എന്നുള്ളത്. തുടർന്നുള്ള വീഡിയോ സെക്ഷനിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കൽ സെക്ഷൻസിലേക്ക് കടക്കുന്നുണ്ട്. സോ കം ബാക്ക് ടു ലിങ്ക്ഡിൻ ബേസിക്സ്. സോ ലിങ്ക്ഡിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കിക്കാണാൻ പറ്റും, വിച്ച് മീൻസ് നോർമൽ പോയിന്റ് ഓഫ് വ്യൂവിലും ക്രിയേറ്റർ പോയിന്റ് ഓഫ് വ്യൂവിലും. ഒരു ക്രിയേറ്റർ ആസ്പെക്റ്റിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡിനെ വളർത്തിയെടുക്കാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് ഒരുപാട് ഫ്രീലാൻസ് വർക്കുകൾ ഇന്ന് നിലവിൽ അവൈലബിൾ ആണ്. അതുവഴി നമുക്കൊരു ബ്രാൻഡ് പ്രൊമോഷന് നമുക്ക് പോസിബിൾ ആക്കാം എന്നുള്ളതാണ് ക്രിയേറ്റർ പോയിന്റ് ഓഫ് വ്യൂവിലെ ലിങ്ക്ഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതർ സൈഡ് നമ്മുടെ നോർമൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജോബ് ഷെയറിങ് അതോറിറ്റീസ് ജോബ് ഷെയർ ചെയ്യുന്നു ആൻഡ് ജോബ് ഹയർ ചെയ്യുന്ന ആളുകൾ, കാൻഡിഡേറ്റ്സുകൾ അതിനെ പോയിട്ട് ഹയർ ചെയ്യുന്നു. ആ രണ്ട് പാറ്റേണിൽ നമുക്ക് ലിങ്ക്ഡിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ നമ്മളൊരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ അഡീഷണൽ ആയിട്ട് അറിഞ്ഞിരുന്നാലാണ് അത് മോർ ഓവർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, യൂസ്ഫുൾ ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മളൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ലിങ്ക്ഡിൻ എൻഗേജ്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും, എങ്ങനെ നമ്മൾ എഫക്റ്റീവായിട്ട് ലിങ്ക്ഡിൻ എൻഗേജ്മെൻറ്റുകളിലേക്കൊക്കെ കടക്കാം, എങ്ങനെ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാം, മോർ ഓവർ ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കൈൻഡിലുള്ള ഒരുപാട് ഡൗട്ട്സുകൾ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടില്ലേ? ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ സീരീസ് ആയിട്ട് ഓരോ ക്ലാസ്സസിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും ആ ക്രിയേറ്റിൻ്റെ ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സിലേക്കും കടക്കും. സോ ആ ക്ലാസ്സിൽ കാണും വരെ സൈനിങ് ഓഫ്, ബൈ.